നമസ്കാരം. പത്മരാജൻ. സായാഹ്ന സവാരി. അവർ നടക്കാനിറങ്ങിയവരായിരുന്നു. 70 കഴിഞ്ഞവർ. ഭാര്യയും ഭർത്താവും മെലിഞ്ഞു വലിഞ്ഞ വഴികളുടെ കൂർപ്പിച്ച മുഖവുമായി പരസ്പരം മിണ്ടാട്ടമോ ഒച്ചയോ ഇല്ലാതെ കൂട്ടിലേക്ക് പറക്കുന്ന കിളികളുടെ ബന്ധപ്പെട്ട ചെറുകിടിയും കേട്ട് അവർ നടക്കുകയാണ്. സൗകര്യത്തിന് മ്ലാനെന്നും പേരിട്ട് വിളിച്ചു. അവർ നടക്കുകയാണ്. അയാളെക്കാട്ടിലും ചുണ അവർക്കുണ്ടായിരുന്നു. അയാൾക്ക് തീരെ താല്പര്യമില്ല നടക്കാൻ. എങ്കിലും നടക്കുന്നു. ക്ഷീണം തോന്നുന്നു. ഒരു ആത്മാലാപത്തിൻ്റെ ദൈന്യതയോടെ അയാൾ പിറുപിറുത്തുകൊണ്ട് നടക്കുന്നു. ഇനി നമുക്ക് നാളെ. നീ ഉദ്ദേശിക്കുന്ന സ്ഥലം എനിക്കറിയാം. ഈ കുന്നിനപ്പുറത്ത് അഗ്രഹാരത്തിലെ ക്രിക്കറ്റ് കളിക്കുന്ന ആൺപിള്ളേരുടെ അട്ടഹാസങ്ങൾക്കും 100 വീടുകളിൽ നിന്നൊഴുകുന്ന ബോറൻ പ്രേമഗാനത്തിനും ഇടയിലൂടെ പോയി ആ തെരുവിലെ പെൺകുട്ടികളുടെ കറുത്ത കണ്ണുകളുടെ പതറിയ നോട്ടം മനസ്സിലേൽപ്പിക്കുന്ന ചൊറിച്ചിലും താങ്ങി ചെന്നെത്തുന്ന ആ പുഴയുടെ മുനമ്പ് എന്ന് അയാൾ പറയുന്നു. പക്ഷേ നിങ്ങൾ മറക്കും എന്ന് അവർ പറയുന്നു. എനിക്കറിയാമെന്ന് അയാൾ വീണ്ടും പറയുന്നു. മടിച്ച് പരിഭവത്തോടെ അയാൾ കൂടെ നടക്കുന്നു. കുറെ കഴിഞ്ഞ് അവരുടെ അടുത്തേക്ക് അവർ പറയുന്നു, ഒരാഗ്രഹവും ജീവിതത്തിൽ ഇതേവരെയായി പറഞ്ഞിട്ടില്ലാത്ത ഞാൻ. അവർ പെട്ടെന്ന് ചിണുങ്ങിക്കരയാൻ ഭാവിച്ചു. ചറുപരാന്ന് അവരുടെ കണ്ണുകളിൽ കുറെ തുള്ളികൾ വന്നിരുന്നു തിളങ്ങാൻ തുടങ്ങി. ആ കരച്ചിൽ കണ്ടപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഒരു ആശ്വാസം വീണതുപോലെ തോന്നി. എന്തോ നഷ്ടപ്പെട്ടു പോയിട്ട് അപ്രതീക്ഷിതമായി വീണുകിട്ടിയ ഒരു നിമിഷാർത്ഥത്തെ മേൽക്കോയ്മയുടെ ആശ്വാസം. എന്നിട്ടും വീണ്ടും അവർ നടക്കുകയാണ്. അവർ അഗ്രഹാരത്തിൻ്റെ വിളികൾക്ക് പുറത്ത് കടന്ന് കഴിഞ്ഞിരുന്നു. എത്രയോ വട്ടം ആ തിരക്കുള്ള റോഡിൻ്റെ നടുക്ക് വെച്ച് 1ഉം 2ഉം പറഞ്ഞ് തെറ്റി മടങ്ങിപ്പോയിട്ടുള്ളതാണ്. സത്യത്തിൽ അയാൾക്ക് ആ സ്ഥലം അറിയാമായിരുന്നു. നല്ല നിശ്ചയമുണ്ടായിരുന്നു. ദുസ്വപ്നങ്ങളുടെ ആ മുനമ്പ് അയാളുടെ മനസ്സിൽ നിത്യസ്ഥാനം നേടി നിന്നു. എന്നും ആ സ്ഥലം ഓർമ്മയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പണ്ടൊരു യൗവനത്തിൽ നടന്നലഞ്ഞ് അവിടെ എത്തി അവൾ ആ സ്ഥലം ചൂണ്ടിത്തന്നതാണ്. ഇത് എനിക്കുറങ്ങാനുള്ള സ്ഥലം. ഒരിക്കലും മറക്കരുത്. കാരണം ജനിച്ച 6-ാം മാസത്തിൽ ഭീകരമായ പീഡനാനുഭവങ്ങളുടെ അന്ത്യത്തിൽ മരിച്ചുപോയ ആദ്യത്തെ കുട്ടിയുടെ ശവമടക്ക് നടക്കുന്ന സന്ധ്യയ്ക്കായിരുന്നു അത്. ഇടയ്ക്കിടെ പൊട്ടിക്കരയുകയും ഇടയ്ക്കിടെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന അമ്മ. അങ്ങനെ എത്രയോ കൊല്ലം കഴിഞ്ഞാലും ഇത് മറക്കരുത്. എൻ്റെ സ്ഥലം ഇത് എന്ന് പറഞ്ഞാണ് അന്ന് അവർ അവിടെ നിന്ന് നടന്നത്. വീണ്ടും അവർ നടക്കുന്നു. നടത്തക്കിടയിൽ വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ട് അയാൾ അവരെ ആ കഥ ഓർമ്മിപ്പിച്ചു. വീണ്ടും അവർ നടത്തം തുടരുന്നു. ഒടുവിൽ ഒരു കരിങ്കല്ലുകളുടെ നീളൻ ചതുരങ്ങൾക്കും ചുവട്ടിൽ പുഴമണൽ വെട്ടിത്തിളങ്ങുന്നത് കണ്ട് ഇത്രക്കിന്നലാവോ എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്നു. പണ്ട് നമ്മൾ വന്നിരുന്നത് ദാ അവിടെ, അയാൾ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ അവർ പറഞ്ഞു, മണ്ടത്തരം, അവിടെയല്ല, നമ്മൾ ഇവിടെയായിരുന്നത്, നിങ്ങൾ മറന്നിരിക്കുന്നു. പക്ഷേ ഇവിടെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ അവർ പറയുന്നു, ഇല്ല, എല്ലാ പുഴയും ഒരുപോലെയാണ്, എല്ലാ തെങ്ങുകളും എല്ലാം ഒരുപോലെയാണ്. ആണോ? അദ്ദേഹം പറഞ്ഞു. ശരിയായിരിക്കും, എനിക്ക് തെറ്റിയതാണ് അവർ ഉറപ്പിച്ചു. എങ്കിലും വീണ്ടും അല്പം കൂടെ മുന്നോട്ട് നടന്നു. വരൂ, നമുക്ക് നടക്കാം. ദാ അതുവഴി നേരെ പോയി വീണ്ടും കൽപ്പടകൾ ചവിട്ടിയിറങ്ങി മണൽപ്പുറത്തുകൂടി നടക്കാം. പക്ഷെ ഇപ്പോൾ അയാൾ പറഞ്ഞു, അല്ല, ഇനി എനിക്ക് നടക്കാൻ വയ്യ. അയാൾ ആ മണലിൽ കുത്തിയിരുന്നു. അല്ല, അയാൾ പറഞ്ഞു, പിന്നെ ഇനി ഗർക്കിക്കാൻ വയ്യാത്തതുപോലെ ആ മനസ്സിൽ കുഴഞ്ഞിരുന്നു. ഞാൻ വരുന്നില്ല. ഇല്ല. അവരത് കണ്ടു. നിർബന്ധിച്ചിട്ട് കാര്യമില്ല എന്നത് കണ്ട് അയാളെ അവിടെ ഇരുത്തി അവർ മുന്നോട്ട് നടന്നു. തിരിഞ്ഞു നോക്കുന്നെങ്കിൽ നോക്കട്ടെ, അല്ലെങ്കിൽ അങ്ങ് പോകട്ടെ എന്നുള്ള മട്ടിൽ ഒരുതരം വാശിയുമായ അയാൾ പുറംതിരഞ്ഞിരുന്ന അദ്ദേഹത്തെ നോക്കാതെ അവർ മുന്നോട്ട് നടന്നു. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം പിറകിൽ അകലുന്ന ശബ്ദങ്ങളോട് അയാൾ വിളിച്ചു പറഞ്ഞു, ഏയ്, നമുക്ക് തിരിച്ചു പോകാം. നമ്മൾ നടക്കാനിറങ്ങിയവരാ. വേറെ പണിയൊന്നുമില്ലാത്തത് കൊണ്ട് നടക്കാനിറങ്ങിയവർ. വെറുമൊരു തമാശന്, നേരം പോക്കിന്. പത്മരാജൻ്റെ സായാഹ്ന സവാരി. പത്മ.